ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ ആൻഡ് ഫീലിങ്സ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ട് കളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ടാരോട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ് ചെക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി. നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ. ഇവിടെ നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്നത് ഇൻറ്റൻസിറ്റി ആണ്. അപ്പം ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത്. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഗോയിങ് വിത്ത് ഫ്ലോ എനർജിയിലാണ്. ഈ ഒരു ഘട്ടത്തിൽ പല കാര്യങ്ങളും നിങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കുകയില്ല. ഇപ്പോഴുള്ള ഈ ഒരു സാഹചര്യത്തിൽ കാര്യങ്ങൾ സ്വാഭാവികമായി നടക്കാൻ നിങ്ങൾ അനുവദിക്കുക. ഒരു കാര്യത്തിലും നിങ്ങളുടെ വ്യക്തിയെ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പേഴ്സൺ നിലവിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ഡിസിഷനോ ആക്ഷനോ എടുക്കുന്നില്ലായിരിക്കാം. അതുകൊണ്ട് തന്നെ ആളെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കാതെ, ഇപ്പോൾ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിക്കാതെ നിങ്ങളും വിശ്വസിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സമയമായിട്ട് തന്നെയാണ് കാണുന്നത്. ഈ ഒരു വ്യക്തിയുടെ ഉള്ളിൽ വലിയ വലിയ മാറ്റങ്ങളാണ് നടക്കുന്നത്. അതിനായി നിങ്ങളുടെ സ്നേഹവും ക്ഷമയും ആ ഒരു വ്യക്തിക്ക് ഒരു ഒഴുകുന്ന നദി പോലെ ആയിരിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ക്ഷമയും കാത്തിരിപ്പുമാണ് വേണ്ടത്. ആ വ്യക്തിയെ ഒന്നിനും ഫോഴ്സ് ചെയ്യാതെ ഇരിക്കുക. അതുപോലെ തന്നെ കാര്യങ്ങളൊന്നും അന്വേഷിക്കാതെ ഇരിക്കുക, വിവരങ്ങൾ ആവശ്യപ്പെടാതെ ഇരിക്കുക. അതുപോലെ തന്നെ ഇഷ്ടം തോന്നിപ്പിക്കാനായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കരുത്. ഇപ്പോൾ നിങ്ങളുടെ ബന്ധം വളരുന്ന ഒരു ഘട്ടത്തിലാണ് എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ നിയന്ത്രിക്കാനോ നിർബന്ധിക്കാനോ ശ്രമിക്കേണ്ട. നിങ്ങൾ വിശ്വാസത്തോടെ, പ്രണയത്തോടെ ആ ഒരു വ്യക്തിയോടൊപ്പം തന്നെ ഒഴുകുക. കാര്യങ്ങൾ ശരിയായ സമയത്ത് സ്വാഭാവികമായി കൂടിച്ചേരുന്നതാണ്. നിങ്ങളുടെ ബന്ധം ഇപ്പോൾ ഒരു ശാന്തമായ ഒഴുക്കിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ആശങ്കപ്പെടേണ്ട ഒരു ഘട്ടത്തിലല്ല. നിങ്ങൾ വിശ്വസിച്ച് കാത്തിരിക്കേണ്ട ഒരു ഘട്ടമായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ വ്യക്തി മനസ്സിന്റെ സന്തോഷം വീണ്ടെടുക്കുന്ന ഒരു ഘട്ടത്തിലാണ്. ശാന്തതയിലേക്ക് മാറാൻ ശ്രമിക്കുകയാണ്. ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ പലതരം ചിന്തകളും ആശങ്കകളും നിലനിൽക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷെ അതിനെല്ലാം ഉപേക്ഷിച്ച് മനസ്സിൽ സമാധാനം കണ്ടെത്തുന്ന ഒരു സ്റ്റേജിലാണ്. പൂർണ്ണമായിട്ടും ആ ഒരു സ്റ്റേജിലോട്ട് ആ ഒരു വ്യക്തി എത്തിയിട്ടില്ല. ഇവിടെ നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് ഒരു സോൾമേറ്റ് കണക്ഷനായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പാസ്റ്റിന്റെ വേദനകളെല്ലാം ഹീല് ചെയ്യുന്ന ഒരു ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരസ്പരം കുറ്റപ്പെടുത്താതെ വളരെ ക്ഷമയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ഒരു സ്റ്റേജായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം ഇതൊരു ഹീലിംഗ് പ്രോസസ്സിലൂടെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിൽ ഒരു ശൂന്യതയായിരിക്കാം. തീർത്തും സൈലന്റ് മോഡിലാണ്.
പക്ഷേ ഞാൻ ഓക്കെയാണ് എന്ന് കാണിക്കുന്ന ബിഹേവിയറൊക്കെ ഈ ഒരു വ്യക്തി കാണിക്കുന്നുണ്ടാകാം. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട്, പക്ഷെ അതൊന്നും ആ ഒരു വ്യക്തി പുറമേ കാണിക്കുന്നുണ്ടാവില്ല. താൻ പൂർണ്ണമായും സന്തോഷവാനാണ് എന്ന് കാണിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കാം നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ആ ഒരു രീതിയിലുള്ള സ്റ്റാറ്റസ് ഒക്കെ ഈ ഒരു വ്യക്തി ഇടുന്നുണ്ടായിരിക്കാം നിങ്ങളെ കാണിക്കാനായിട്ട്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് സങ്കടം അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ തന്നെയാണ് കാണുന്നത്. ആ ഒരു വ്യക്തിയുടെ മൈൻഡ് ഒട്ടും ഹാപ്പി അല്ലാത്ത ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. ആ ഒരു വ്യക്തിയുടെ മൈൻഡ് നിങ്ങൾ കണ്ടോ? ആളുടെ മൈൻഡ് ഒരു കത്തിക്കരിയുന്ന പോലത്തെ ഒരു അവസ്ഥയിലാണ്. അത് സൂചിപ്പിക്കുന്നത് ഓവർ തിങ്കിങ്, ആൻസൈറ്റി, പാസ്റ്റ് ട്രോമ എല്ലാം ആ ഒരു വ്യക്തിക്ക് ഇമോഷണൽ ബ്ലോക്കേജസ് ആണ് ഉണ്ടാക്കുന്നത്. ആൾക്കൊരു ഡിസിഷൻ എടുക്കാനായിട്ട് കഴിയുന്നില്ല. മനസ്സിൽ ഒരുപാട് കൺഫ്യൂഷൻ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ തൻ്റെ ദുഃഖം ആരോടും ഷെയർ ചെയ്യാതെ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഈ ഒരു വ്യക്തി ഈ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ നിന്ന് പുറത്തു കടക്കുന്നതാണ് എന്നുള്ള ഒരു എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത്. ഒരു ഫയർ എനർജി പോലെ ഈ ഒരു വ്യക്തി മുന്നോട്ട് വരുന്നതാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ആക്ഷനും എടുക്കുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എനർജി കിട്ടിയത്, ഗോയിങ് വിത്ത് ദി ഫ്ലോ എനർജി നമുക്കിവിടെ കിട്ടിയത്. നിങ്ങളിപ്പോൾ കാര്യത്തെ നിയന്ത്രിക്കുകയോ അല്ലെ ആ ഒരു വ്യക്തിയെ എല്ലാത്തിനും വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു വ്യക്തി മുന്നോട്ട് വരുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ഒഴുക്കിനൊത്ത് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയായിരിക്കാം. നിങ്ങളും കരുതുന്നുണ്ടായിരിക്കാം, ഞാൻ ഇത്രയും ആക്ഷൻസ് എടുത്തു, ഇത്രയും എഫേർട്സ് എടുത്തു, എനിക്കിനി ഇതിനൊന്നും ചെയ്യാനില്ല, ഇനിയെല്ലാം വരുന്നത് പോലെ വരട്ടെ എന്നുള്ള രീതിയിലേക്ക് നിങ്ങളും മാറിയിട്ടുണ്ടായിരിക്കാം. അപ്പം എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ഹീലിംഗ് സ്റ്റേജിലാണ് എന്നുള്ളതാണ് എനിക്കിവിടെ കാണുന്നത്. പല രീതിയിലുള്ള മാറ്റങ്ങളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം, ഈ ഒരു വ്യക്തി ഫുൾ ഹാപ്പി ആണല്ലോ, ആ ഒരു വ്യക്തിക്ക് ഒരു കുഴപ്പങ്ങളും ലൈഫിലില്ലല്ലോ, ഞാൻ മാത്രമാണല്ലോ വിഷമിച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ പ്ലേഫുൾനെസ് എന്നുള്ളൊരു കാർഡ് കിട്ടിയത് കൊണ്ട് തന്നെ ആ ഒരു വ്യക്തി താൻ സന്തോഷവാനാണ് എന്നുള്ള കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെയധികം വേദന അനുഭവിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പം ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ, നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ.